ഇതില് ഫേക്ക് ന്യൂസിനെ സെൻട്രൽ ക്യാരക്ടേഴ്സ് നേരിടുന്നത് കുറച്ച് അക്രമാസക്തമായിട്ടാണ്. ആക്രമല്ലേ ഉള്ളിലുണ്ടാക്കുന്ന അക്രമത്തിന്റെ അത്ര വരില്ല, ബോഡിയിൽ വരുന്ന അക്രമം. ചില സമയത്ത് ലിറ്ററലി റേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടോ? അല്ല, ചെയ്യേണ്ടതാണ് ചെയ്യും, ചെയ്യണ്ടേ? അത് എന്തിനാണെങ്കിലും ഫിസിക്കലി ചെയ്താൽ പോരാ. ശരിക്കും എഴുതി തന്നെ ചെയ്യണം, മനസ്സിലായ? അത് പെൺകുട്ടികളോട് ചോദിച്ചറിയാം. ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന്റെ കമന്റിനെയാണോ എഫക്ട് ചെയ്യുക, അവർക്ക് ഒരു ഇടിക്കാണോ എഫക്ട് കൂടുതൽ? മനസ്സിലായ? മനസ്സിലായ എന്റെ മോന്? അല്ല, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം പറ. ഓരോരുത്തർക്കും ഓരോ ഉത്തരം ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ പടത്തിലും ഓരോ പ്രൊഫഷനിലുള്ള ആൾക്കാരാണല്ലോ വില്ലന്മാരായിട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അതുപോലെയാണെന്നുണ്ടാ? ഇല്ല. പക്ഷെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നക്കാരില്ലേ? ഉണ്ട്. പിന്നത്തെ പേടിക്കണം. പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ലൈംഗികത ഇപ്പോഴൊന്നും നമ്മൾ കണ്ടുപിടിച്ചു. മനുഷ്യൻ ജനിക്കുന്ന തന്നെ ലൈംഗികതയല്ല. പക്ഷെ സിനിമയിലത് ചർച്ച ചെയ്യുന്ന, സിനിമയിൽ സംസാരിച്ചതുകൊണ്ടാണ്. ഏത് സിനിമയിൽ എന്താ ചർച്ച ചെയ്തത്? ഇതിലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഷീജയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അല്ല, സിനിമയിൽ മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. ആണാ? ഈ എന്താ ഈ കണ്ണാട പൊട്ടം കളിയാണ്? ഞാൻ പറയണേക്കെ സിനിമയിൽ മാത്രമാണ് ഇതുള്ളത് ആണോ? അല്ല അല്ല, പിന്നെ എന്തെങ്കിലും വീണ്ടും ചോദിക്കണം. നമ്മൾ ചെറുപ്പക്കാരും വീണ്ടും വീണ്ടും അത് ചോദിച്ച് ഇങ്ങനെ നാണം കണ്ടായിരുന്നു, മനസ്സിലായ? ഇവിടെ സ്ത്രീയോട് ബഹുമാനക്കുറവിൽ പെരുമാറുന്നവരുണ്ട്, ബഹുമാനത്തോടെ പെരുമാറുന്നവരുണ്ട്. അത് ആണുങ്ങളുടെ പ്രശ്നമല്ല, സ്ത്രീകൾ തന്നെയായിരിക്കും ചിലപ്പോൾ സ്ത്രീകളോട് കൂടുതലും അങ്ങനെ പെരുമാറുന്നത്. സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ അറിയാം. അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, സ്കൂൾ പ്രൊഫഷനിലുണ്ട് ഇല്ലേ, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷനിലില്ലേ, ചാനൽസിലില്ലേ, ഇല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടെങ്കിൽ VKP അതൊരു കാര്യം പറയുമ്പോൾ കേൾക്കത് എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കാൻ പറ്റില്ല, മനസ്സിലായ? ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമ്പോ. പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്? ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണ് ഈ സാധനം കൊണ്ടുവന്നത്. ലോകത്തിന്റെ ആദ്യം മുതലുള്ള കാലം സാധനങ്ങൾ ആണോടാ? പിന്നെ അതൊക്കെ എന്താ ഈ സിനിമാക്കാരാണോ കൊടുക്കുന്നത്? അതൊക്കെ ആണാ? അല്ലെങ്കിൽ നിങ്ങൾ വാതൊന്നും ചോദിക്കണവരോട്, ഈ പറയുന്ന ആൾക്കാരോട്, മനസ്സിലായ? ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൊണ്ടുവന്നല്ല, സിനിമാക്കാരും കൊണ്ടുവന്നല്ല. പിന്നെ എല്ലാത്തിനും സിനിമാക്കാരും കടി കയറണം. എന്താ നിങ്ങൾക്ക് എത്ര അവസരം കിട്ടിയാലും നിങ്ങൾ ചോദിക്കും. മിനിമം പറ, ഒരു 10 അവസരം കിട്ടി ചോദിക്കോ? 10 അവസരം കിട്ടി കാണാം. 10 അവസരം കിട്ടി ചോദിക്കോ? നിങ്ങൾ ചോദിക്കണം, നമ്മളോട് ചോദിക്കണ പോലെ, മനസ്സിലായ? പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കണം എന്താണ്? ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പോഴും അത് ബിസിനസ് ചെയ്യുന്ന ശിക്ഷാർഹമല്ല. അല്ലേ? ഈ മാതാപിതാക്കളെ തിരിച്ച് അങ്ങോട്ടൊരു കേസ് കൊടുക്കും, എന്റെ മക്കളുടെ കയ്യിലേക്ക് എന്നെ ഈ സാധനം കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും അങ്ങ് തിങ്ക് ചെയ്യുന്നില്ല നിങ്ങളതൊന്നും? ആണാ? ഷൈൻ അവതരിപ്പിച്ച പത്രപ്രവർത്തകന് ചില പത്രപ്രവർത്തകരുടെ മാനസികമായിട്ട് സാമ്യം. എടാ, ഞാൻ മനുഷ്യൻ, അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ, ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ മനുഷ്യന്മാര്. പിന്നെ ഒരു സംഭവം പറയണ്ടായില്ല. ആക്ച്വലി ഇത് സെൻസറിൽ കാണിച്ചപ്പോ ആക്ച്വലി അതില് ഷൈനിന്റെ മാനറിസംസ് കണ്ടിട്ട് ഒരു പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു. ഹി ടോൾഡ് ആക്ച്വലി ഹി ഹാസ് സീൻ ലോട്ട് ഓഫ് ഒരുപാട് പത്രപ്രവർത്തകർ ഇങ്ങനെ മാനറിസം വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ളതായിരിക്കാം. കാരണം ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, ഫ്ലിപ്പിംഗ്, അർജൻസി, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി കെയിം ടു നോ. അവർ പറഞ്ഞു, ജോർജ് ഓണക്കോർ സാറിനെ പോലെ ഒരാൾ ഇത് പറഞ്ഞു. എടാ, അതേക്ക് 40 വയസ്സായി. ഈ 40 വയസ്സിൽ ഒരു കണ്ണും തുറന്നിരുന്ന ഒരാൾക്ക് റിസർച്ച് ഒന്നും ചെയ്യണ്ട, മനസ്സിലായ? പ്രത്യേകിച്ച് അല്ലാതെ ഈ പിന്നാലെ മാത്രം എടാ, നിനക്ക് പറഞ്ഞു മനസ്സിലാവണ്ട. പിന്നെ ഇനി റിസർച്ച് 40 വയസ്സായിട്ട് ഒരാൾക്ക്, ഈ 40 വയസ്സായിട്ട് ഒരാൾ എന്ത് കുടിക്കുന്നു എന്ത് വലിക്കുന്നു നോക്കി കിടക്കുന്ന ആളല്ലേ? അവർക്ക് 40 വയസ്സില്ല. എടാ, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ? ജേർണലിസ്റ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും സിനിമാക്കാരെല്ലാവരും. അത് കറക്റ്റ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ. എടാ, പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ കുറെ കാലമായിട്ട്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഒക്കെ അതിലേക്ക് വരും. അതിനാണ് നമ്മള് അത് താല്പര്യമുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ ചിലപ്പോ നിങ്ങൾക്ക് അത് കിളി പോയതായിട്ടായിരിക്കും തോന്നുന്നത്.
നിങ്ങൾക്ക് കിളി പോയത് എനിക്ക് നല്ലതാണ്, എനിക്ക് എന്താ പ്രശ്നം? ചിലപ്പോ അത് അറിയും, ചിലപ്പോ അറിഞ്ഞു വരും, ചിലപ്പോ അറിയാതെ വരും. കറ നല്ലത് ചിലവര് പറയുന്നില്ലേ, എല്ലാവർക്കും കറ നല്ലതല്ല. അതെ എക്സാക്ട്ലി. ഷൈൻ ചേട്ടാ, ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പത്രസമ്മേളനത്തിന്റെ തലക്കെട്ട് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. മനസ്സിലായ? അച്ഛനും അമ്മമാരും നമ്മളോട് ചീത്ത പറയും പൊട്ടിത്തെറിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഈ പൊട്ടിത്തെറി ലൈവിന് വേണ്ടി മാത്രമാണോ എല്ലാ പത്രസമ്മേളനത്തിലും ഉണ്ടാവും? എല്ലാ പത്രസമ്മേളനത്തിലും ഇത് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മൂഡിലുള്ള പടമല്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ എന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ടാണ്. നമ്മളല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കാൻ കാണുന്നതല്ലേ. ഇനി ചോദ്യങ്ങളുണ്ട്. അഭിനയിക്കുന്ന സമയത്ത് നമ്മളാണ് ഒരുമിച്ചൊരു സീൻ കണ്ടതാണ്. മത്സരം ഉണ്ടായിട്ടുണ്ട്. റെഡി 1 2 3 ഓടി എടാ ഞങ്ങൾ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മത്സരം ഉണ്ടാവും ഒരുമിച്ച്? തോക്കെടുത്തോ? ഈ കോർപ്പറേറ്റ് ലുക്ക് പിടിച്ചത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ? എനിക്ക് കുറച്ച് നാളുണ്ടായിരുന്നു, പക്ഷെ അല്ലേ? എന്റെ കേസ് ഉണ്ടായപ്പോ 4 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. നീ പടം ഫുള്ള് കണ്ടോ? ഞാൻ പറഞ്ഞേക്ക്. അപ്പൊ വളരെ സാറേ, എന്റെ കേസിൽ 4 പെൺകുട്ടികളായിരുന്നു കൂടെ. അപ്പൊ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ്, വേറെ എന്ത് കേസാണെങ്കിലും പ്രശ്നമില്ല, ഈ പെൺകുട്ടികൾ പെണ്ണുകൾ പ്രശ്നമാണ്. എന്താ പെണ്ണുങ്ങളാണ് ഏറ്റവും പ്രശ്നമില്ല സമൂഹത്തിലാണോ? ആണോ? അപ്പൊ എന്ത് വലിയതിനേക്കാൾ വലുത് പെൺകുട്ടികളാണ് പ്രശ്നക്കാര് എന്ന് എന്നോട് പറയാ. പെണ്ണുങ്ങൾ ഉണ്ടായതാണ് പ്രശ്നം, വേറെ എന്തുണ്ടെങ്കിലും ഇപ്പൊ വെടിക്കോപ്പം വല്ല അത്താപ്പ പൂത്തിരിയൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല, എന്ത് ഡ്രഗ് കേസാണെങ്കിലും. പക്ഷെ പെൺകുട്ടികളുണ്ടായതാ പ്രശ്നം. അതെന്താ പെൺകുട്ടികളുണ്ടായ പ്രശ്നം? അല്ല, അതൊരു സമയത്താണല്ലോ ഉണ്ടായത്. എന്താ സമയം? 11 മണി. ഈ പറയുന്ന ആൾക്കാരുടെ മോളും ഭാര്യയൊക്കെ 11 മണി കഴിഞ്ഞാൽ മോശമാവോ? ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കേസ് ഉണ്ടാവുമ്പോ ആ കേസിന്റെ പ്രശ്നത്തിനെ അല്ല, അതിൽ എങ്ങനെയും പെണ്ണുണ്ടോ നോക്കിട്ട് പെണ്ണിന്റെ പിന്നാലെയാണ് കോയമ്പത്തൂർക്ക് സീറ്റ് എടുക്കാൻ പോണത്. ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ജനിച്ചിട്ടുണ്ടോന്ന് അറിയില്ലട്ടോ.